പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് 26-ാം തീയതി ബുധനാഴ്ച. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് ഇന്ന് എല്ലാം തുടങ്ങുന്നുണ്ട്. വീട്, അതുപോലെ തന്നെ മക്കളുടെ വിവാഹ വിഷയങ്ങൾ, അല്ലെങ്കിൽ ചെറുകിട വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, പ്രോജക്റ്റുകൾ, പദ്ധതികൾ, അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം തുടങ്ങി വെക്കുന്നുണ്ട്. അവരെല്ലാം ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് മനസ്സിന് വല്ലാത്ത ഭാരം കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പോയവരുണ്ട്. കുറ്റവരുടെ മരണം കാരണം, ഉടയവരുടെ വേർപാട് കാരണം ഹൃദയഭാരം കയറി നടക്കുന്നതുണ്ട്. ലവ് അഫെയറിൽ പോലും പരാജയപ്പെട്ട ആൾക്കാർ മനസ്സിന് ചത്താലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള മാനസികാവസ്ഥയിൽ മനസ്സ് ചത്തിരിക്കുന്നവരുണ്ട്. വികടമായ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ പോലും ആൾക്കാർ അനുഭവിക്കുന്നൊരു സങ്കടമാണത്.
ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തൂങ്ങിയിട്ട് അവസാനം അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, അതൊന്നും ദൈവികമായ റെഫർ ചെയ്യുന്ന വിഷയങ്ങളല്ല. ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ ഹിതമല്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പരാജയം കൊണ്ട് അവരനുഭവിക്കുന്ന, അവർ തന്നെ വേലിയെ കിടക്കുന്ന പാമ്പിനോട് തോളെ വെച്ചതല്ലേ. പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ ആ വിഷമം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നത്. കർത്താവേ, അങ്ങനെ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ കൊലവെറിയായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുരുക്കിലായി പോയവരുണ്ട്. അവരെല്ലാം അഴിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. അവരുടെ കഴിവ് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ ഇനി പറ്റത്തില്ല. ദൈവമേ, കൃപാസതി ഉടമ്പടി എടുത്ത 10,000-കണക്കിന് മനുഷ്യരുടെ നന്മ പ്രവർത്തികളുടെ ശക്തിയാൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാൽ ഇങ്ങനെയുള്ള വിഷയവിധമായ സാഹചര്യങ്ങളിൽ ചെന്ന് ചാടിയവർ യേശുക്രിസ്തുവിനകത്ത് വീണ്ടെടുക്കപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ അവരെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തിൽ ആശീർവദിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയിൽ ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവർ, ജോലിക്ക് പോയിട്ട് ഗതി പിടിക്കാതിരിക്കുന്നവർ, നമ്മൾ അധ്വാനിച്ച പണം കണ്ടവൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് ചോദിച്ചിട്ട് പോലും കിട്ടാതെ നിരാശപ്പെട്ട് നടന്നിട്ട് അവിടുന്ന് തൊഴിൽ പോലും നഷ്ടപ്പെട്ട്, ചോദിച്ചതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ ഓരോ തരത്തിലും മനുഷ്യൻ്റെ അപ്പുറത്ത്, കഴിവിൻ്റെ അപ്പുറത്ത്, അവൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ തന്നെ അനുഭവിക്കുന്ന ഒത്തിരി വേദന അനുഭവിക്കുന്ന സഹോദരനുണ്ട്. അവരെല്ലാം ഈ സമയത്ത് പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുകയാണ്. മാതാവിൻ്റെ മധ്യസ്ഥ ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് പല കുഞ്ഞുങ്ങളും ട്യൂബിലായിപ്പോയവർ, അവസാനം ട്യൂബ് തന്നെ കണ്ടിച്ച് കളഞ്ഞിട്ടുള്ളവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും. പക്ഷേ ചിലരൊക്കെ അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിനേക്കാൾ നേരം മരിക്കുകയാണ്. അവർ ചുമ്മാ പറയണതാണ്. ദൈവത്തിൻ്റെ ആഴമായ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോൾ ഉടനെ നിരാശ വലിഞ്ഞു കയറിയിട്ട് മനുഷ്യൻ്റെ ശരിക്കും അലൈൻമെൻറ്റ് പോകും, മനസ്സിൻ്റെ അലൈൻമെൻറ്റ് പോകും. എന്നിട്ട് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. കർത്താവെ, അങ്ങനെയുള്ളവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. മനസ്സിന് കരുത്തില്ലാത്തവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പവർ ഓഫ് ഹിസ് സ്പിരിറ്റ്, ടച്ച് വിത്ത് ഫയർ ഫിംഗർ, സക്ക് വിത്ത് പ്രഷ്യസ് ബ്ലഡ്. കർത്താവ്, തൊഴിലില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പരീക്ഷ എഴുതുന്നവർ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പണം നഷ്ടപ്പെട്ട് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, അത് ബാങ്കിൽ ലോണിന് പോകുന്നവർ, ഇങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും നിക്കക്കല്ലില്ലാത്ത രീതിയിൽ പരക്കം പാഞ്ഞിരിക്കുന്ന എല്ലാ മക്കളും കർത്താവ് ആരും സഹായിക്കാനില്ലെന്ന് വേദനിച്ച് ഉള്ളുരുകി നടക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപാസനത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളെ ഇന്ന് വേദനയും തേങ്ങ അനുഭവിക്കുന്നവർക്ക് അത്താണിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പീസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. അത് നമ്മുടെ സാഹചര്യം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും പലപ്പോഴും മനുഷ്യർ സാഹചര്യത്തിൻ്റെ ബലിയാടാകുകളാണ് പതിവ്. അതെൻ്റെ സാഹചര്യമാണ് അങ്ങനെ പോയെന്ന് പറയും. പക്ഷെ ബൈബിൾ ഈ സാഹചര്യത്തെ അംഗീകരിക്കണില്ല. എന്താ കാര്യം? സാഹചര്യത്തെ ദൈവത്തിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ ബൈബിൾ അനുവദിക്കത്തില്ല. നീ നിൻ്റെ സാഹചര്യത്തെ ദൈവത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം സാഹചര്യമാണ് നിൻ്റെ ദൈവമെന്നാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് എന്താണ്? വചനം പ്രഘോഷിക്കുക. വചനം പ്രഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് സാക്ഷിയാകുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജീവിതത്തിലെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളിലെല്ലാം ചിലപ്പോൾ ഒരുത്തിൻ്റെ കഥ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഒരു സ്ത്രീ ഒളിച്ചോടി പോയി. അപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ എടുത്തുകൊണ്ടാണ് ആ സ്ത്രീ, അയാൾ ഗൾഫിൽ നിന്ന് 5-6 കൊല്ലത്തെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ സ്ത്രീ ആ കിട്ടിയ പണം എല്ലാം കൊണ്ട് വേറെ ഒരുത്തർ കൊടുത്ത് അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോൾ അയാൾ അമ്മയോടൊന്ന് പറഞ്ഞ് അമ്മ അവൾ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്കത് തന്നെ വേണം. എന്താ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് വേറെ ചുറ്റിക്കളി കൂടുതലാണെന്നൊക്കെ പറഞ്ഞത് എഴുതിയപ്പോൾ നീ അത് മൈൻഡ് ചെയ്യില്ലല്ലോ. നീ അവളെ വലിയ തങ്കമാണ്, പൊന്നാണ്, ദേവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവളെന്നോട് അങ്ങനെ ചെയ്തില്ല. ഇപ്പം നിനക്ക് അത് തന്നെയാണ് അമ്മ പറഞ്ഞു. അവൾ പോയി കഴിയുമ്പോൾ സങ്കടം കൊണ്ട് കാശും പോയി ആളും പോയില്ലേ. അപ്പോൾ അവളെ കൊണ്ട് പെങ്ങളുടെ തീയെന്ന് പറഞ്ഞ് പോയി തൂങ്ങിച്ച കടാന്ന് പറഞ്ഞ്
കാര്യം നാത്തുപോരാണ്. കാര്യം അവളെ കെട്ടിയതിന് ശേഷം പിന്നെ ഈ പെങ്ങളെ നോക്കത്തില്ല. ഭാര്യയും പോയി, അമ്മയും പോയി, പെങ്ങളും പോയി. അപ്പോൾ തൂങ്ങിച്ചാകടാന്നുള്ളത് മാത്രം അവശേഷിച്ച്. അപ്പോൾ അയാളങ്ങനെ തൂങ്ങിച്ചാകാൻ വേണ്ടി അതിന് ബന്ധായിപ്പോയി. അപ്പോൾ ഞാനവിടെ ചെന്ന് ഒരു ധ്യാനം നടത്താൻ വേണ്ടി ഇറങ്ങുകയാണ്. ബന്ധാണെങ്കിൽ ധ്യാനത്തിൻ്റെ വണ്ടി കയറ്റി വിട്ടവർ. ഞാനാണെങ്കിൽ പണ്ടാരം ഛർദ്ദിച്ചാണ് അവിടെ ഒടിഞ്ഞ് ചെമ്മീൻ കുഞ്ഞാണ് ആ വണ്ടിയെ പോയി ഇറങ്ങുമ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കക്ഷത്ത് കൈയിട്ട് എന്നെ ഇറക്കണം, തളർന്നിട്ട് വെള്ളം നിർജ്ജലീകരണമായിപ്പോയി. അപ്പോൾ പക്ഷേ ആ മനുഷ്യൻ ആ സമയത്ത് ഈ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ടായെന്ന് പറയണത്. ഞാൻ സ്റ്റേജിൽ കയറി വെള്ളം ഒരു കട്ടൻ ചായ കുടിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി വെച്ചും വൈകുന്നേരം സ്റ്റേജിൽ കയറി എപ്പോൾ സ്തുതിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഈ സ്റ്റേജിൻ്റെ വടക്ക് ഞാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, അവൻ്റെ ജീവിത പങ്കാളി തിരിച്ചു വരും, അത് സ്വീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു. ഞാനത് പറഞ്ഞു. ഞാനാണ് ധ്യാനം കഴിഞ്ഞ് പോയി ഏറ്റവും കഷ്ടപ്പെട്ട് നടത്തിയ ധ്യാനമാണ്. പിന്നെ ഞാൻ ആ ഇടവകയിൽ നിന്നിട്ട് ആ ഇടവകയുടെ അടുത്ത് തന്നെ വേറെ ഇടവക ട്രാൻസ്ഫറായി വന്നപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരാളിനെ കാണാൻ വന്നു. അച്ഛനാണ് എൻ്റെ ജീവിതം രക്ഷിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, അച്ഛന് അന്ന് ധ്യാനിപ്പിക്കാൻ വന്നപ്പോഴേ അച്ഛനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അരൂര് പോയി വെള്ളത്തിൽ ചാടാൻ നിൽക്കുകയായിരുന്നു. അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മിന്നൽ പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു ഫ്ലാഷ് എൻ്റെ മേലെ അടിക്കണമെന്ന് തോന്നി. അപ്പോൾ എനിക്കൊരു ദൈവികത തോന്നിയിട്ട് ഞാൻ നേരെ ധ്യാനപ്പാട്ടിലോട്ട് പോയി. പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇന്ന ആൾ ആത്മഹത്യ നിൽക്കുന്നുണ്ട്, അയാൾ ഭാര്യ തിരിച്ചു വരും, കർത്താവ് സ്വീകരിക്കാൻ ആഗ്രഹപ്പെടും. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഉടനെ അവൾ തിരിച്ചു വന്നുവെച്ചാൽ ഞാൻ ആ വചനപ്രകാരം സ്വീകരിച്ചതെന്നാണ്. ആ കണ്ടവൻ്റെ പുറകെ പോയെങ്കിലും ആ ഭാര്യ തിരിച്ചു വന്നപ്പോൾ എന്ത് വകുപ്പിലാണ് സ്വീകരിക്കുന്നത്? അത് കർത്താവ് കൺവെൻഷനിൽ വെച്ച് നേരിട്ട് സംസാരിച്ച കൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സ്വീകരിച്ചതാണ്. ഒരു കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഉണ്ണീശോനെ, മാതാവിനെയും ഔസേപ്പിതാവിനെയൊക്കെ ദൈവം ഇങ്ങനെ മാതൃകയായിട്ട് വെച്ചിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ മാതാവ് എന്ത് ചെയ്തു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഔസേപ്പിതാവ് എന്ത് ചെയ്തു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉണ്ണീശോ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുടുംബം കറക്റ്റായും. ജീവിതത്തിൽ പല സമയങ്ങളുണ്ടാകത്തില്ലേ? അത് നമ്മുടെ 2 തീമോത്തി 4:2 എടുത്ത് വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതാ. അപ്പോൾ അത് 2 തീമോത്തി 4:2 എന്താണ്? വചനം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വചനം പാലിക്കുക. അതുതന്നെ പ്രസംഗിക്കുമ്പോൾ ആളല്ല, പ്രാസംഗികയില്ലാതെ എങ്ങനെയാണ് വചനം നമുക്ക് അറിവ് കിട്ടണം? പ്രാസംഗികനില്ലാതെ എങ്ങനെ വിശ്വസിക്കും? റോമ 10:14 വചനം എടുത്തേ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കണമെങ്കിൽ പ്രാസംഗികനുണ്ടാകണ്ടേ. പക്ഷെ പ്രാസംഗികൻ എന്ത് ചെയ്യണം? പ്രാസംഗികൻ വചനം, അത് 2 തീമോത്തി 4:2 പറഞ്ഞ വചനം പ്രഘോഷിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതിൻ്റെ അർത്ഥം എന്താണ്? വചനം പാലിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്നാണ്. അതാണ് എൻ്റെ അർത്ഥം. വചനം പ്രഘോഷിക്കുക. ഇപ്പോൾ ഔസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. വചനം പാലിച്ചു. എന്താണ്? സാഹചര്യം അനുകൂലമല്ലായിരുന്നു, പ്രതികൂലമായിരുന്നു. നമ്മളിപ്പോൾ ഡൈവേഴ്സ് ചെയ്യണതിൻ്റെ കാര്യം എന്താണ്? ജീവിത സാഹചര്യം അനുകൂലമാണ്, ജീവിതത്തിന് ജോലി. ഇപ്പോൾ PR ഇല്ലെന്നും പറഞ്ഞ് എന്തുമാത്രം ആൾക്കാർ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട്, PR ഇല്ലെന്നും പറഞ്ഞ്. അപ്പോൾ PR-നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഡൈവേഴ്സ് ആയാലും സമ്മതിക്കില്ല. വീട്ടുകാർ പറയും കടവുണ്ട്, ഇവനെ വിടാൻ പറയും. ഈ ഡൈവേഴ്സ് ആക്കിയിരിക്കണ മുഴുവനും വീട്ടുകാരല്ലേ. ചിലപ്പോൾ അപ്പന്മാരായിരിക്കും എൻ്റെ റോൾ കളിക്കണത്, ചില ആൾക്കാർ അമ്മമാരായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വചനം പ്രഘോഷിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വചനം പാലിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും.